നവരസഭാവങ്ങൾ നടനചാരുതയോടെ സഹൃദയ സരസിൽ സുവർണകാന്തി പടർത്താൻ നവദുർഗ നാട്യസംഘവും ഗ്രാമത്തിൻ്റെ കലാകൂട്ടായ്മകളിൽ ആടിയും പാടിയും സുമനസ്സുകളുടെ കണ്ണിലും കാതിലും മനസ്സിലും ആനന്ദം നിറക്കാൻ പഴയ ഗ്രാമഫോൺ മധുരഗീതങ്ങൾ പൊഴിയുന്നത് പോലെ ഗ്രാമത്തിൻ്റെ ശബ്ദം ഗ്രാമഫോൺ പരപ്പയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കട്ടെ. ഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം പാടത്ത് പണിയൊന്നുമില്ലേ? അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. നാട്ടുകൂട്ടത്തിനെയും പൊന്നു തമ്പുരാനെയും ധിക്കരിച്ചുകൊണ്ട് ആ തെണ്ടി ചക്കൻ കണ്ണൻ പാലന്തായി കണ്ണൻ. നിനക്കിനി ഒരു ചിക്കേ ഉള്ളൂ, പിടിക്കണവനെ. നായാട്ടിനും പടയ്ക്കും മുമ്പിൽ നിൽക്കുന്ന ദേവനാണ് നരഹരി സ്വരൂപനായ വിഷ്ണുമൂർത്തി. തൻ്റെ ഭക്തനായ പാലന്തായി കണ്ണനോടൊപ്പം മംഗലാപുരത്തു നിന്നും കോട്ടപ്പുറം വൈകുണ്ഠക്ഷേത്രത്തിൽ വാസമുറപ്പിച്ച ദൈവം പാലന്തായി കണ്ണനെ രുതിരക്കുളത്തിൽ വെച്ച് അരങ്കൊല ചെയ്ത കുറുവാട്ടുകുറുപ്പിൻ്റെ വംശവും ആലയും സ്വത്തുക്കളും മുച്ചൂടും മുടിച്ച് കണ്ണനെ ദൈവക്കരുവാക്കി തന്നോടൊപ്പം ചേർത്ത തെയ്യക്കോലം. ത്രിസന്ധിയിൽ വാതിൽപ്പടിമേൽ വെച്ച് ഹിരണ്യകശിപുവിന്റെ മാറ് പിളർന്ന് രുധിരം കുടിച്ച് കുടൽമാല വലിച്ചെറിഞ്ഞ് ഭക്തനായ പ്രഹ്ലാദനെയും ഭൂമിയെയും രക്ഷിച്ച ദൈവം. പറിച്ചു നട്ടിടത്തും കരിച്ചുവാളിയിടത്തും 10ന് 16 പൊലിപ്പിച്ചു കൊടുക്കുന്ന ദൈവമെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തെയ്യക്കോലം. ദൈവങ്ങളും
രവി പാലക്കൽ, സുഭാഷ് അഴിയോടി, സുരേന്ദ്രൻ കുണ്ടുകുച്ചി, ത്രിവേണി ടീച്ചർ, മഹേഷ് പാലക്കൽ, ശ്യാമള, യോഗേശ്വരൻ, ജിഷ സുരേഷ്, ശ്രീരാജ്, രജിത മധു, അരുൺ പ്രകാശ്, വിനയകൃഷ്ണൻ, മാളവിക സുരേഷ്, അഭിലാഷ്, രാഹുൽ എൻ കെ, അശ്വൻ ഭാസ്കർ, ശ്രീലക്ഷ്മി, അരുൺ ഭാസ്കർ, തനീഷ്, സാമദേവ്, മീനാക്ഷി, സായന്ത്, ശിഖ, കീർത്തന, ഭജന, അലോക്, അവന്തിക, നൈതിക്, ജ്യോതിക, ശിവദ. അതിഥി വേഷത്തിൽ ബാലൻ മാസ്റ്റർ, മാധവൻ വി, കരിച്ചേരി കുഞ്ഞമ്പു നായർ. കലാസംവിധാനം സായി പ്രകാശ്. ചമയം വസ്ത്രാലങ്കാരം ജിഷ സുരേഷ്, സി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, നിധി. തിടമ്പു നൃത്തത്തോടെ പരപ്പ ശ്രീ തളി ക്ഷേത്ര പ്രതിഷ്ഠാദിനാഘോഷ പരിപാടികൾക്ക് സമാപനം. മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പരപ്പ ശ്രീ തളിയിലപ്പന്റെ തിരുവരങ്ങിൽ നാളെ നടക്കാനിരിക്കുന്ന സവിശേഷമായ അരയാൽത്തറ മേളത്തിലേക്കും പറയെടുപ്പ്, സഹസ്രദീപ സമർപ്പണം എന്നീ സവിശേഷ ചടങ്ങുകളിലേക്കും നൃത്തനാടക ദൃശ്യാവിഷ്കാരം ശ്രീ നരസിംഹമൂർത്തി അരങ്ങേറും. നാളെ പരപ്പ ശ്രീ തളി ക്ഷേത്ര പ്രതിഷ്ഠാദിന ത്രിസന്ധിയിൽ അരയാൽത്തറയിൽ ശ്രീ തളിയിലപ്പന്റെ അനുഗ്രഹം പ്രഭവിടർത്തുമ്പോൾ സംഘവാദ്യകലയുടെ സർഗവസന്തത്തിന് തുടക്കം. എന്താ
ഇപ്പൊ നീ കുളിരാ അല്ലേ? എവിടെ പോയി? ഒന്നിനും കാണുന്നില്ല. എവിടെ പോയി? ഞാൻ ഇന്നലെ കൊണ്ടുവന്ന മുട്ടായി ഞാൻ എന്നെ തിന്ന. പെയ്യല്ലോ ജോറായി ഉഷാറായിട്ട നന്നായി. ഏതായാലും നിങ്ങൾ ടി വിയിൽ നിന്നും മൊബൈലിൽ നിന്നും ഇറങ്ങി വന്നല്ലോ. നമ്മളെല്ലാം ചെറുപ്പത്തില് ഏറുന്ന മോളെ ബാറ്റും ബോളെല്ലാം. ഞാൻ ചെറുപ്പത്തില് കഞ്ഞിയും കറിയും വെച്ച് കളിക്കും, വീടുണ്ടാക്കിയിട്ട് കളിക്കും, പിന്നെ തെയ്യം കെട്ടിയിട്ട് കളിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ അടി മേടിച്ചതും ആ കളിക്ക് തന്നെയാണ്. അറിയാത്ത പ്രായത്തില് ഓരോരു കുരുത്തക്കേട് പൊട്ടനിയും കുളികനിയും പിള്ളേർ കളിയെ കെട്ടിയാൽ പിന്നെ കിട്ടൂല അടി. കിട്ടീനോന്നോ? എന്നിട്ട് ഞാൻ കളി വിട്ടിട്ടൊന്നുമില്ല. തെയ്യെന്ന് പറഞ്ഞാ എനിക്ക് ജീവനാ കുഞ്ഞളെ. ഓലെല്ലാം കൂട്ടി കത്തിച്ചിട്ട് നെരുപ്പ് പോലെ ആക്കി പരിദേവത പറയും പോലെ ഞാൻ കളിച്ചു. അതിനെന്താപ്പാ, നാളെ നമ്മളെ പരപ്പല തലയെടുപ്പിന്റെ ഉത്സവം കഴിയില്ലേ? അത് കഴിഞ്ഞാല് നമുക്ക് കോട്ടപ്പുറത്ത് പോവാം. ആ കോട്ടപ്പുറത്തല്ലേ പോണ്ടത്? ആടെയല്ലേ തെയ്യല്ലേ ഇല്ലത്? ചാമുണ്ടി അമ്മയും കുമാരതൻ തെയ്യും പാലന്തായി കണ്ണനും പിന്നെ നരസിംഹമൂർത്തിയും എന്റെ പരദേവതേ. കുഞ്ഞാ കസേരയുടെ ചാറില് വരുന്നുണ്ടല്ലോ. ബാലമാഷുണ്ട്, ഓ കുഞ്ഞമ്മോട്ടുണ്ട്, ആ നമസ്കാരം നമസ്കാരം, മാധവനുണ്ട്, ഓ നമ്മളെ അതെ. ഞാൻ കോട്ടപ്പുറത്ത് എനിക്ക് അവകാശം ഉണ്ടല്ലോ. ഞാൻ പിന്നെ അവിടെ ചെയർമാനായി പോയി. അല്ല ചെണ്ടപ്പുറത്ത് പോലെ അല്ല, നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ആളി എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ ശരിയാണ്. എല്ലാവരും നിങ്ങളുടെ മുമ്പിൽ നിൽക്കല്. പിന്നെ പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ അടുത്ത ഉത്സവത്തിന്റെ വിവരല്ലോ? നമ്മളെ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പൊ ഒന്നാമത് ചെറുപ്പക്കാരും കാര്യങ്ങളെല്ലാം വളരെ പിന്നെ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാടകവും ഡാൻസും പിന്നെ എല്ലാം പിന്നെ സ്പോൺസർ ചെയ്യുന്നു. പരിപാടികൾ ഗംഭീരമായിട്ടാണ്. ചെറുപ്പക്കാരനല്ലേ മുന്നിൽ വേണ്ടത്, അവരെല്ലാം ചെയ്യേണ്ടത്. എടോ, നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് 3-4 മാസം നീ പോകുന്നില്ലേ? ഇപ്പൊ അതെ, വിട്ടൂല. പിന്നെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? എല്ലാരും കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ മാതൃസമിതി ഉണ്ടല്ലോ, വളരെ ചോറാണ്. ഓ, അവരെ സ്വീകരിക്കാനും ഭക്ഷണം കൊടുക്കാനും ഭക്ഷണം വിളമ്പാനും എല്ലാവരും അവർ മുമ്പിലാണ്. ബാലികാ സമിതി, ബാലസമിതി എല്ലാവരും ചോറുണ്ട്. പ്രവാസികളും വളരെ നന്നായിട്ട് അങ്ങനെ വേണ്ടത്. നിങ്ങളൊരു കുറവ് നല്ലോണം ഉണ്ടായി. അങ്ങനെ പോകാൻ കഴിയില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ വന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു രൂപരേഖയെല്ലാം ആക്കിയിട്ടുണ്ട്. കുറെ കൊല്ലായിട്ടില്ലപ്പോ നമ്മൾ തുടങ്ങിയിട്ട്. അപ്പൊ അതങ്ങനെ പോകാൻ വിചാരിച്ചത്ര ഒരു സ്പീഡ് പോരാ. അപ്പൊ ഒന്ന് ഗുജറാട്ടിന്റെ മുമ്പിൽ നിന്നിട്ട് നമുക്കത് വരുന്ന ഒരു കൊല്ലാകുമ്പോഴേക്ക് നമുക്കെല്ലാം എല്ലാരും ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഗോപുരാണോ അത്രേ, പിന്നെ പൊടിമരാണോ കുളമാണോ, ഇങ്ങനെ പലതും നമുക്ക് ആവട്ടെ കാര്യമുണ്ട്. മഞ്ഞിക്കാലും നമുക്ക് അവിടെ കുറെ ചെയ്യാനുണ്ട്. ഇപ്പൊ കൊലവൃത്തിയധികം വരുന്നുണ്ടല്ലോ. അപ്പൊ ആൾക്കാർക്ക് പറയുമ്പോഴാണ് പിന്നെ ഇപ്പൊ മുണ്ടിയക്കാര് 37 കൊല്ലായി കലശാട്ട് കഴിഞ്ഞു. കുറെ കൊല്ലായി അല്ലേ? അപ്പൊ അത് കലശാട്ട് കഴിഞ്ഞാൽ മുണ്ടിയക്കാര് നമുക്കത് വളരെ ഭംഗിയായിട്ട് മുഖമെല്ലാം പണിയൊന്നും തീർന്നില്ല. അപ്പൊ അതെല്ലാം തീർത്തിട്ട് എല്ലാം ഒന്ന് ഭംഗിയാക്കിയിട്ട് മഞ്ഞിരിക്കാനും കൊലവൃത്തിയുടെ എപ്പോഴും ആഴ്ച. അപ്പൊ അതെല്ലാം ഒന്ന് ഭംഗിയാക്കി തന്നെ മുന്നിൽ മുമ്പിൽ നിന്നിട്ടെല്ലാം വീണ്ടും പോലെ ചെയ്യണം.
അതിന്റെ മുഖത്തും കിംപുരുഷനിലുണ്ട്. പിന്നെ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും മുന്നിലുണ്ടാവും. അതല്ലേ വേണ്ട, നമ്മളല്ലേ നമ്മുടെ നാട്ടിലല്ലേ നമ്മളെ വീട്ട് പോലെ ചെയ്യണം. നിങ്ങൾക്ക് കോട്ടപ്പുറത്ത് പോകണ്ടല്ലേ? അതെ, കോട്ടപ്പുറത്ത് പോകണപ്പ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു നാടകമില്ലേ? ഇപ്പൊ അതാണ് കേടപ്പാ എന്ന് പഠിച്ച എന്തെങ്കിലും ഈ ഡയലോഗ് കിട്ടുന്നുണ്ടോ? ഓർമ്മ കിട്ടും. പിന്നെ നമ്മളെ സംവിധാനമില്ല, നമ്മളെ മകൻ ശരത്ത് ഓനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, എപ്പോഴും ചീത്തി തന്നെ വല്ലാണ്ട് വഴക്കന്നെ. ഓർമ്മ കിട്ടുന്നില്ലേ? കഥയല്ലേ? അതെ. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ പറഞ്ഞോ കുഞ്ഞുങ്ങളെ കൂട്ട്. അപ്പൊ എല്ലാം പോരാ, നമ്മളെ ഗ്രൂപ്പിലിട്ടാലും നമുക്കെല്ലാം കാണാലോ. കടാ ഗ്രൂപ്പിലിട്ട കടാ അല്ല അല്ല പറഞ്ഞേ കുടിക്കാൻ ചായ അതൊന്നും വേണ്ട, അത് കുടിച്ചോ. ഇപ്പൊ നാടകത്തിന് പോണം, ഡയലോഗും കിട്ടുന്നില്ല. അതിന്റെ ഇടയ്ക്ക് കോട്ടപ്പുറത്ത് ഉത്സവമായി കണ്ണുണ്ട് കണ്ണുണ്ട്. നാടകത്തിന് എന്താ മോളെ? എന്നാ നാടകം നിറഞ്ഞൊരു ആവേശല്ലേ മോളെ? സ്റ്റേജിൽ കയറുമ്പോ എല്ലാം മറന്നു വന്നു. അതേ മോളെ, നല്ല തെയ്യത്തിന്റെ കഥയല്ലേ ഇത്? ചെലപ്പോ പേടിയാലി കണ്ണലുരുട്ടി നഗലം കാണിച്ച് പല്ലെല്ലാം കടിച്ച്. നമുക്ക് ഒന്നും മനസ്സിലല്ല അല്ലേ? കോട്ടപ്പുറത്താണ് നമ്മളെ വിഷ്ണുമൂർത്തിന്റെ പ്രധാന സ്ഥലം. നമുക്കൊന്നും മനസ്സിലാവില്ല. എന്നാ ഞാൻ പറഞ്ഞു തരാം. പരദേവത എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വിഷ്ണുമൂർത്തി, നരഹരി ഭഗവാൻ. നീലേശ്വരം പള്ളിക്കര ദേശത്തിൽ സർവപ്രതാപത്തോടെ വാണിരുന്ന ജന്മിയായിരുന്നു കുറുവാട്ട് കുറുപ്പ്. നൂറുകണക്കിന് കാലികളും ഏക്കർ കണക്കിന് നിലവും അനേകം ബാല്യക്കാരും അളവില്ലാത്ത സമ്പത്തും കൊണ്ട് പേരുകേട്ട ദേശത്തിൻ്റെ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഗ്രാമക്ഷേത്രത്തിൽ അന്ന് കാളിയെ പൂജയും പാട്ടും നൃത്തവുമൊക്കെയായി ഒരു ഉത്സവം തന്നെയായിരുന്നു. Shaila's
नमस्तस्यै नमो नमः या देवी सर्वभूतेषु कान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः അന്നേ ദിവസം കുറുപ്പിന്റെ മരുമകളും ക്ഷേത്ര ദർശനത്തിനെത്തിയിട്ടുണ്ടായിരുന്നു. മഹാകാളി ദർശനത്തിന് ശേഷം കൂട്ടുകാരികളുമൊത്ത് കുശലം പറഞ്ഞ് കളിചിരികളുമായി അവൾ വീട്ടിലേക്ക് മടങ്ങി. ഇതേ സമയം തറവാട്ടിലെ കാലികൾ മേയ്ക്കുന്ന ഒരു അനാഥ ബാലൻ കണ്ണൻ വിശപ്പ് സഹിക്കാതായപ്പോൾ വഴിയരികിൽ കണ്ട മൂവാണ്ടൻ മാവിൽ കയറി മാമ്പഴം ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. പറ്റിപ്പോയി. കുറുമാട്ട കുറുപ്പിന്റെ അനന്തരവളുടെ നേർക്ക് നിന്റെ എച്ചിൽ വലിച്ചെറിയാൻ നിനക്ക് എങ്ങനെ തോന്നി? കാലി ചെക്ക, ഇയാളത് ചെക്കൻ അറിയാണ്ട് ചെയ്ത് തെറ്റാ. കുറുക്കനെ കാട്ടി. ഈ സംഭവം ഒടിപ്പും തൊങ്ങലും ചേർത്ത് അവൾ അമ്മാവന്റെ ചെവിയിലെത്തിച്ചു. ഉഗ്രകോപിയായ കുറുപ്പ് ആ പിഞ്ചുമാലന്റെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞു. നീ വളർന്നുവല്ല തെണ്ടിച്ചക്ക രണ്ടതാണ് നിന്നെ ഞാൻ നാട്ടുകൂട്ടം മുഴുവനും കേൾക്കാനാ ഞാൻ ഈ പറയുന്നത്. ഈ തന്തയില്ലാത്തവന്റെ പ്രായം ഇനി ഞാൻ നോക്കിയെന്ന് വരില്ല. മേലാൽ നീലേശ്വരത്തോ അള്ളടം ദേശത്തോ അരികു നാട്ടിലോ ഇവന്റെ നിഴൽ പോലും പതിയാൻ പാടില്ല. ഇനി നീ ഈ വഴി വന്നാൽ ഒത്തി അരിയും ഞാൻ. ആട് കടത്തിവനെ. ഉഗ്രശാസനകൾ നിറകണ്ണുകളോടെ കൈകൂപ്പിക്കേട്ട കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ആ ബാലൻ അങ്ങനെ നീലേശ്വരം ദേശം വിട്ടു. കാഞ്ഞങ്ങാടും പുതുമയും കുമ്പളയും ഉപ്പളയും പിന്നിട്ട് കന്നഡ നാട്ടിൽ മംഗലാപുരത്തെ ജപ്പ് എന്ന സ്ഥലത്ത് തളർന്ന അവശനായി കണ്ണൻ മയങ്ങി വീണു. ജപ്പ് നാട്ടിലെ തണ്ടാർ മാതാവ് എന്ന വൃദ്ധ
കണ്ണന് വെള്ളവും ആഹാരവും കൊടുത്തു. ആ ബാലന് തൻ്റെ വീട്ടിൽ അവർ അഭയമേകി. അതീവ വിഷ്ണുഭക്തയായിരുന്നു ആ സ്ത്രീ. സ്നേഹനിധിയായ അമ്മയോടൊപ്പം നരസിംഹമൂർത്തി ഭഗവാനെ ഉപാസിച്ചും കന്നുകാലികൾ മേയ്ച്ചും കണ്ണൻ അവിടെ നാളുകൾ കഴിച്ചുകൂട്ടി. ഭക്തവത്സലനായ ഭഗവാൻ മഹാവിഷ്ണു അവന്റെ നിഷ്കളഭക്തിയിൽ സന്തുഷ്ടനായി അവൻ നേദിച്ച പാൽ മുഴുവനും കുടിച്ചുവത്രേ. ആ അമ്മയുടെ പാലന്തായി കണ്ണ എന്ന ചോദ്യത്തിലൂടെ അവൻ പിന്നീട് പാലന്തായി കണ്ണനായി എന്ന ഐതിഹ്യം. ഭഗവത് അനുഗ്രഹം നേരിട്ട് ലഭിച്ച ആ നാട് പിന്നീട് സമ്പൽ സമൃദ്ധിയിൽ ആറാടി. സന്തോഷത്തിൻ്റെ 12 സംവത്സരങ്ങൾ കണ്ണൻ കന്നഡ നാട്ടിൽ കഴിച്ചുകൂട്ടി.
ഭഗവാന്റെ അരുളപ്പാടുണ്ടായി തൻ്റെ നാടായ നീലേശ്വരത്തേക്ക് തിരികെ പോകാൻ. അമ്മേ, കണ്ണ, എന്താ മോനെ? അമ്മയോട് ഇതെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ലമ്മേ. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഭഗവാനായിരുന്നു സ്വപ്നത്തിൽ. പക്ഷേ എന്താണെങ്കിലും ഈ അമ്മയോട് പറയൂ കണ്ണ. അമ്മേ, ഒരു വ്യാഴവട്ടക്കാലം പെറ്റമ്മയേക്കാൾ സ്നേഹവും സാന്ത്വനവുമേകിയ അമ്മയോടുള്ള കടപ്പാട് ഈ ജന്മം തന്നാലും തീരില്ല. ഭഗവാൻ തോന്നിച്ചത് നാട്ടിലേക്ക് തിരികെ പോകൂ എന്നാണ്. അമ്മ എനിക്ക് അനുവാദം തരില്ലേ? കണ്ണ, എന്റെ കാലം കഴിഞ്ഞാലും നീ ഇവിടെ തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാലും ഭഗവാന്റെ ഇച്ഛ നടക്കട്ടെ. ഏറെ വേദനയോടെ ഞാൻ നിനക്ക് യാത്രാമംഗളങ്ങൾ നേരുന്നു. നിന്റെ തിരിച്ചുവരവിനായി ഈ വൃദ്ധ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നീ എന്റെ സ്വന്തം മകൻ തന്നെയാണ് കണ്ണ. ഈ യാത്രയിൽ നിന്റെ തുണയ്ക്കായി ഈ ചുരികയും ചുറ്റോലക്കുടയും കയ്യിൽ കരുതുക. നരഹരി ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ അമ്മ നൽകിയ ചുരികയും ഓലക്കുടയുമായി കണ്ണൻ കന്നഡ നാട്ടിനോട് വിട പറഞ്ഞു. നേത്രാവതി പുഴയും ഉപ്പളയും കുമ്പളയും ഉദുമയും കാഞ്ഞങ്കാടും കടന്ന് കണ്ണൻ തൻ്റെ നീലേശ്വരത്ത് എത്തിച്ചേർന്നു. നിറകതിരോട് നിൽക്കുന്ന നെൽപ്പാടങ്ങളെയും കാര്യങ്കോട് പുഴയെയും തൊട്ടു തലോടി വീശി വന്ന കുഞ്ഞിളങ്കാറ്റേറ്റ് അവൻ തൻ്റെ ഗ്രാമസൗന്ദര്യം ആവോളം ആസ്വദിച്ച് പഴയ ഓർമ്മകൾ അയവിറക്കി. കണ്ണൻ നേരെ ചെന്നത് തൻ്റെ കളിക്കൂട്ടുകാരനായ കനത്താടനെ കാണാനായിരുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കണ്ട കണ്ണനെ ഉച്ചഭക്ഷണത്തിനായി കനത്താടൻ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഏറെ സന്തോഷത്തോടെ കണ്ണൻ ആ ക്ഷണം സ്വീകരിക്കുകയും കുളിച്ച് യാത്രാക്ഷീണം തീർത്ത് വരാമെന്നേറ്റ് നീരാട്ടിനായി കദളിക്കുളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. പാടത്ത് പണിയൊന്നുമില്ലേ തമ്പ്ര? അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. നാട്ടുകൂട്ടത്തിനെയും പൊന്നു തമ്പുരാനെയും ധിക്കരിച്ചുകൊണ്ട് ആ തെണ്ടി ചക്കൻ കണ്ണൻ, പാലന്തായി കണ്ണൻ. ഈ കുറുപ്പിന്റെ വാക്ക് ധിക്കരിച്ചു നീ അല്ലടോ നായ. നിനക്കിനി മാപ്പില്ല. അറിയില്ല പ്രാക്ടീസ് ചെയ്ത ആ തെറ്റ് ഇതെങ്കിലും പുറത്തുവിടാൻ ഈ ഉള്ളവരോട് ക്ഷമിച്ചൂടെ? ആ വരക്കട, നിനക്കിനി ഒരു ശിക്ഷയേ ഉള്ളൂ. പിടിക്കട അവരെ. ഞാനിപ്പോ തീ പിടിച്ചമ്പ്ര. നമ്മുടെ നെല്ലും നാളികളും പുറകല്ല തമ്പ്ര. കാലികളുള്ള ചോരൊന്നും ചാകുന്നമ്ര. തമ്പ്ര, തറവാട്ടിലെല്ലാവർക്കും അസൂര് ലക്ഷണങ്ങൾ കാണുന്നുണ്ട് തമ്പ്ര.
അഹങ്കാരം കൊണ്ട് കുരുത്തക്കേട് കാട്ടി അല്ലേ? എന്നെ നീ അറിഞ്ഞില്ല അല്ലേ? എന്റെ കളരിക്കുളം നീ രുദ്രക്കുളമാക്കി തീർത്തു അല്ലേ? അല്ലേ കുർബാന? വൈകുണ്ഠനാഥനായ ശ്രീഹരിയുടെ ശക്തിയെ പരീക്ഷിച്ചു അല്ലേ നീ? ഇനി ഞാൻ പൊറുക്കണമെന്ന് വരണമെങ്കിൽ നീ നിന്റെ അഹങ്കാരത്തെ പഠിച്ച് നിന്റെ തലയിൽ ചെമ്മണ്ണും കല്ലും ചുമന്നു കൊണ്ടുവന്ന് കോട്ടപ്പുറത്ത് എനിക്കും എന്റെ കണ്ണനും കള്ളിയറ പണിത് കുടിയിരുത്തണം. ലാവതം എനിക്കും എന്റെ കണ്ണനും പൂവും നീരും നൽകി പരിപാലിക്കണം. ഈ പരീക്ഷിച്ചാൽ പന്നകശാലിയായിരിക്കുന്ന ഞാൻ സംഹാരത്തിന്റെ മൂർത്തിയായി മാറും. കുറുപ്പ് അനുസരിച്ചോ, എന്റെ മനസ്സിൽ നിരൂപിച്ചോ. അങ്ങനെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അചഞ്ചല ഭക്തനായിരുന്ന കണ്ണൻ ദൈവക്കരുവായി. കണ്ണൻ്റെയും പരദേവതയുടെയും കോപം കുലം മുടിക്കുമെന്നും നാട് വറുതിയിലാകുമെന്നും പരിഹാരമായി നീർവീഴ്ത്തി സ്ഥാനം നൽകി പള്ളിയറ പണിഞ്ഞ് കോലം കെട്ടിയാടിക്കണമെന്നും പ്രശ്നചിന്തയിൽ തെളിഞ്ഞു വന്നു. അഹങ്കാരിയും ക്രൂരനുമായ കുറുവാട്ടുകുറുപ്പിനെ കൊണ്ട് തന്നെ കല്ലും മണ്ണും മരവും ചുമപ്പിച്ച് കോട്ടപ്പുറം ദേശത്തിൽ സാക്ഷാൽ വൈകുണ്ഠക്ഷേത്രം ഉയർന്നു വന്നു. കോലം കെട്ടിയാടാനുള്ള രൂപവും ഭാവവും മലയ സമുദായത്തിൽപ്പെട്ട പാലായി കൃഷ്ണൻ പരപ്പേൻ എന്ന വിഷ്ണുഭക്തനായ യുവാവിന് സ്വപ്നത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്ന് ഐതിഹ്യം. എൻ്റെ ദൈവേ, ആ രൂപവും ഭാവവും അണിയിച്ചൊരുക്കാൻ അടിയന്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ലല്ലോ എൻ്റെ പരദേവതേ. കോലം കെട്ടിയാടാൻ എൻ്റെ ഉള്ളിൽ പൊന്നിലും വെള്ളിയിലും ആ ദിവ്യരൂപം കാണുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരൻ അതെങ്ങനെ? ഇന്ന് തറവാട്ടിലേക്ക് എവിടുന്നോ വന്ന ദിവ്യ തേജസ്സുള്ള ആ ബ്രാഹ്മണ ബാലൻ തെക്കിനിയിൽ ഓലമേഞ്ഞ പായൽ കിടക്കാൻ ഉപദേശിച്ചത് എന്തിനാണാവോ? ഇനി അത് അവിടുന്ന് തന്നെയാണോ? ഹേ വിഷ്ണുമൂർത്തേ, അടിയന്റെ മനസ്സ് പാകപ്പെടുത്തണേ ഭഗവാനെ. ദേവേന്ദ്രൻ എന്റെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞു നടക്കുന്നു. ഭൂമിയിലുള്ള എല്ലാവരും എന്നെ ഭയഭക്തി ബഹുമാനത്തോടെ താണുവണങ്ങുന്നു. ആസ്ഥാന ഗായകരും ബാഹ്മന്യമാരും എന്നെ സ്തുതിക്കുന്നു. പക്ഷെ നീ, എന്റെ സ്വന്തം പുത്രനായ നീ, എന്നെ സ്തുതിക്കാതെ, എന്നെ പ്രകീർത്തിക്കാതെ ഏതോ നാരായണനെ സ്തുതിക്കുന്നു. അല്ലയോ മഹാരാജൻ, എല്ലാ ബഹുമാനത്തോടെയും ഞാൻ പറയട്ടെ, ദൈവത്തിന് സമാനനായി അങ്ങേ ആരാധിക്കാൻ മാത്രം എന്നോട് കൽപ്പിക്കാതിരിക്കൂ. ഭക്തവത്സരനായ ശ്രീ മഹാവിഷ്ണുവിന് തുല്യം മഹാവിഷ്ണു മാത്രം. നിർത്തുന്നതിന്റെ വിഡിതം. മഹാവിഷ്ണു പോലും അജയനായി മുന്നേറുന്ന എന്റെ മുന്നിൽ നാളിതുവരെ നിന്റെ നാരായണൻ വന്നിട്ടില്ല. അധർമ്മം ധർമ്മത്തിനുമേൽ അതിന്റെ ക്രൂരമുഖം കാട്ടിത്തുടങ്ങുമ്പോൾ തീർച്ചയായും നാരായണൻ അവതരിക്കും മഹാരാജൻ. നീ അതിൽ കിടക്കുന്നു പ്രഹ്ലാദ. രാജാതിരാജനായ എന്നെ അപമാനിക്കുന്ന നിനക്ക്
ഞാനിനി മാപ്പു തരണമെങ്കിൽ ഒറ്റ വഴി മാത്രം. നീ നിത്യവും ജപിക്കുന്ന ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്തിന് പകരം ഓം നമോ ഹിരണ്യായ നമ. അരുത് മഹാരാജൻ. ഇല്ലെങ്കിൽ നിന്റെ പ്രായമോ നീ എന്റെ മകനാണെന്ന കാര്യമോ ഞാനിനി ചിന്തിക്കുകയില്ല. നമോ നാരായണായ. ഇനി നിനക്ക് മാപ്പില്ല. നിന്റെ നാരായണൻ നിന്റെ രക്ഷയ്ക്ക് വരുമായെന്ന് എനിക്കറിയണം. വിളിക്ക് നിന്റെ നാരായണനെ, ഇല്ലെങ്കിൽ പറ അവൻ എവിടെയുണ്ടെന്ന്. മഹാരാജൻ, എന്റെ ഹരി ഈ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമുണ്ട്. ഭക്തിയാകുന്ന കണ്ണുകൊണ്ട് എനിക്കത് കാണാം. എന്നാൽ ആദ്യം അവനെ വകവരുത്തിയിട്ടാവാം. ഇന്റെ ഊഴം മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഉള്ളവനല്ലേ? ഈ തൂണിലും കാണും നിന്റെ ഹരി. അവിടുത്തെ രൂപം ഭാവവും ഞാൻ കണ്ടു, വനക്കുളിരൊക്കെ കണ്ടു. നരസിംഹമൂർത്തെ ഞാൻ കണ്ടു. എട്ടുദിക്കും ഞെട്ടുമാറുച്ചത്തിൽ സ്തംഭം പിളർന്ന് ഭീഭത്സമായ രൂപഭാവത്തോടെ ദുഷ്ടനാം ഹിരണ്യകശിപുവിന്റെ മാറിടം പിളർന്ന് രുധിരം നുകർന്ന നരഹരി ഭഗവാൻ ദേവഗന്ധർവ യക്ഷ കിന്നര അപ്സരസുകൾ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ ശാന്തസ്വരൂപനായി ബുദ്ധമന്ദസ്മിതം പൊളിച്ചു. അതാണല്ലേ അച്ഛച്ച നമ്മ കാണുന്ന ആ തേജസാർന്ന രൂപവും ഭാവവും. എനിക്ക് പഴയതിനെ കാണാൻ കൊതിയാവും. അങ്ങനെ ചരിത്രവും ഐതിഹ്യവും ഇഴപിരിക്കാനാവാത്ത വിധം കാലഗതിയിലെ നിത്യവസന്തമായി ജനമാനസങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ സാക്ഷാൽ നരഹരി ഭഗവാൻ തന്നെയാണ് ഭക്തനാം പ്രഹ്ലാദന് മുന്നിൽ ഉഗ്ര നരസിംഹമായി അവതരിച്ചത്. ശ്രീ നരസിംഹമൂർത്തി. വിഷ്ണു ജ്വലന്തം സർവ
ഭീഷണം ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം പ്രസിദ്ധം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം പ്രസിദ്ധം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം പ്രസിദ്ധം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം പ്രസിദ്ധം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം പ്രസിദ്ധം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം പ്രസിദ്ധം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യും നമാമ്യഹം ഭൂമിമംഗളം ഭൂമിമംഗളം ഉദകമംഗളം ഉദകമംഗളം അഗ്നിമംഗളം അഗ്നിമംഗളം വായുമംഗളം വായുമംഗളം ഗഗനമംഗളം ഗഗനമംഗളം സൂര്യമംഗളം സൂര്യമംഗളം ചന്ദ്രമംഗളം ചന്ദ്രമംഗളം ജഗന്മംഗളം ജഗന്മംഗളം ജീവമംഗളം ജീവമംഗളം ദേഹമംഗളം ദേഹമംഗളം മനോമംഗളം